ഹലോ ഡിയർ ഫ്രണ്ട്സ്, കുറേ നാളായി കേട്ടോ ഞാൻ എൻ്റെ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഞാൻ നാട്ടിലില്ലായിരുന്നു, ഒരു മാസമൊക്കെ ആയിട്ട് ഞാൻ ടൂറിലൊക്കെ ആയിരുന്നു. കാശ്മീർ, പഞ്ചാബ്, ഡൽഹി അങ്ങനെയൊക്കെ പോയിരുന്നു. അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കാണണം. നിങ്ങളെൻ്റെ പൂക്കളെയും ചെടികളെയും ഒരു മാസത്തിന് ശേഷം ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ നല്ല ഭംഗിയിലും നല്ല ഹെൽത്തിയൊക്കെ ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു ചേച്ചിയുടെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ, വെള്ളമൊക്കെ നനയ്ക്കാൻ വേണ്ടി ചേച്ചിയൊക്കെ ഏൽപ്പിച്ചിരുന്നു. നന്നായിട്ട് തന്നെ അവർ വെള്ളമൊക്കെ നനച്ചിരുന്നു. അപ്പോൾ നിറയെ പൂക്കൾ, ബൊഗെയിൻവില്ലയിലൊക്കെ നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മാസം മുമ്പൊക്കെ വാങ്ങിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൊഗെയിൻവില്ലയാണ്. നല്ല വൈറ്റിൽ ലൈറ്റ് പിങ്ക് കലർന്ന നല്ല ഭംഗിയുള്ളൊരു ബൊഗെയിൻവില്ലയാണ് കേട്ടോ. പുതുതായിട്ട് വാങ്ങിച്ചതാണ്. 150 റുപ്പീസാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. ഇപ്പോൾ ബൊഗെയിൻവില്ലയൊക്കെ നന്നായിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഡെയിലി ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ, ഞാൻ പോയ സ്ഥലത്തുള്ള ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണം. ഇതിപ്പോൾ രാവിലത്തെ സമയത്താണ് കേട്ടോ, സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ, ഏറ്റവും നല്ല ഭംഗി ഓറഞ്ച് കളറ് ബൊഗെയിൻവില്ലയ്ക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ പൂക്കളമൊക്കെ ചെടികളെയും പൂക്കളെയും ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ലോണും ഒക്കെ നല്ല ഭംഗിയൊക്കെ ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഒരുപാട് ബൊഗെയിൻവില്ലയിലൊക്കെ നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളയും മഞ്ഞയും ഒക്കെ ആയിട്ട് നല്ല ഭംഗി തന്നെയാണ്. ഇപ്പോഴീ വെയിൽ സമയത്ത് നല്ല ഉഷാറായിട്ട് തന്നെ എല്ലാം പൂത്തിട്ടുണ്ട്. ഇതാണ് നിത്യകല്യാണി, വിങ്ക റോസ്. ഇതിലും ഇപ്പോൾ ഈ വേനൽക്കാലമാണല്ലോ ഇതിൻ്റെ സീസൺ. നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഇനിയിപ്പോൾ വളങ്ങളൊക്കെ ഞാൻ വന്നിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു. അതായത് ഓർഗാനിക് ഫെർട്ടിലൈസറാണ്, കെമിക്കൽ ഫെർട്ടിലൈസറൊന്നും ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്നില്ല. നല്ല ചൂടല്ലേ, അപ്പോൾ നമ്മുടെ ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുത്തത്. എല്ലാത്തിനും കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ബൊഗെയിൻവില്ലയിലൊക്കെ നിറഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ചെടികളൊക്കെ ഇപ്പം കുറച്ച് ഒരു പൂവൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. കാരണം അത്രയ്ക്ക് വെയിലാണല്ലോ. ബൊഗെയിൻവില്ലയിലാണ് കൂടുതലായിട്ടും ഇപ്പോൾ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നിത്യകല്യാണിയിൽ നിറയെ പൂക്കളുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു തെച്ചിപ്പൂവാണ് കേട്ടോ. എപ്പോഴും ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ സമയവും ഇതിങ്ങനെ പൂത്തു നിൽക്കും. അപ്പോൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഈ തെച്ചിപ്പൂവിലൊക്കെ നിറയെ പൂക്കളൊക്കെ ആയിരിക്കും. ആ സമയങ്ങളിലൊക്കെ ഈ പൂ തന്നെയാണ് പൂക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ അൽമാണ്ട ഫ്ലവേഴ്സാണ്. ഇത് വെർട്ടിക്കൽ ഗാർഡനായിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. അതിൽ കുറേ ചെടികളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ മേലെ കൂടി ഇങ്ങനെ പടർന്ന് കയറി നല്ല ഭംഗിയാണ് കേട്ടോ ഈ അൽമാണ്ട. സാധാരണ അൽമാണ്ടയല്ല, വള്ളിച്ചെടിയായി പോകുന്ന അൽമാണ്ട ഫ്ലവേഴ്സാണ് കേട്ടോ. അതും നല്ല ഭംഗിയാണ്. പിന്നെ ഇത് വലച്ചെമ്പരത്തി. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. നല്ല ഭംഗിയാണ് ഈ വയലറ്റ് കളർ ചെമ്പരത്തി. നിറയെ മുട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടി പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ ചെടിയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി വെക്കണം കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇതിൽ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്, പിങ്ക് കളറ് ഗ്രൗണ്ട് ഓർക്കിഡ്. പിന്നെ ഇത് നമ്മുടെ പീസ് ലില്ലി. ഇതിലും ഇപ്പോൾ 2 പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. പൂക്കളിപ്പോൾ കുറച്ചാണ് വിരിയുന്നത്. ഇത് നമ്മുടെ ഗോൾഡൻ അരേലിയ. ഇത് ഞാൻ നല്ല ഭംഗിയായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇപ്പോഴൊക്കെ എല്ലാം വളർന്ന് അൺസൈസായി നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കണം. വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലത്തെ സമയത്ത് ഞാൻ വെള്ളമൊക്കെ നനച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണ്. പിന്നെ ഈ വശത്തും കുറച്ച് ചെടികളൊക്കെ ഇരിപ്പുണ്ട്. ഇതിലൊക്കെ പൂക്കളൊക്കെ കുറവാണ് കേട്ടോ. നമ്മുടെ സ്റ്റാർ തെച്ചി എന്നൊക്കെ പറയുന്ന പൂവാണ് ഇത്. നല്ല പിങ്ക് കളറ് വിങ്ക റോസാണ്. പിന്നെ ഇതൊരു ബ്ലൂ ഫ്ലവറാണ്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേരെനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത വശത്തായിട്ട് നമ്മുടെ വെള്ള കളറ് വിങ്ക റോസ് ഉണ്ട്. ഇത് നല്ല പിങ്ക് കളറ് സ്റ്റാർ തെച്ചി. അത്രയേ ഉള്ളൂ കേട്ടോ ഈ വശത്തുള്ള പ്ലാന്റ്. പിന്നെ ഇത് വെള്ള കളറ് വിങ്ക റോസാണ്. അതിൻ്റെ സൈഡ് വശത്തായിട്ട് വെള്ള കളറ് സ്റ്റാർ തെച്ചിയുണ്ട്. പിന്നെ ഇപ്പുറത്തെ വശങ്ങളിലായിട്ട് നമ്മുടെ കുറച്ച് ലീഫി ആയിട്ടുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കാരണമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഒരു കരിഞ്ഞ ഒരു കളറൊക്കെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇൻഡോർ ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കും തോന്നുന്നു. ഇവിടെ നല്ല വെയിൽ അടിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയിട്ടുള്ളത്. പിന്നെ ഇത്
ഇതും നല്ല ഹെൽത്തിയൊക്കെ ആയിട്ട് വളർന്നു വരുന്നുണ്ട്. കലാത്തിയാണ്. പിന്നെ ഈ വശത്തും കുറച്ച് മണി പ്ലാന്റും ചെടികളൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്